തൃശൂർ വേലൂർ വെള്ളാഞ്ഞൂരിൽ 3 മക്കളുമായി കിണറ്റിൽ ചാടി മാതാവ്. 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. അഭിജയ്, ആദിദേവ് എന്നിവരാണ് മരിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് സംഭവങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് അത് ദാരുണമായ അതിദയനീയമായ ഒരു സംഭവം. 2 കുട്ടികൾക്കാണ് മരണം സംഭവിച്ചത്. അമ്മ സനയും 1.5 വയസ്സുകാരനും ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയും എങ്ങനെയാണ്? ഇവരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ എരുമപ്പെട്ടി വേലൂർ വെള്ളാറ്റഞ്ഞൂരിലാണ് സംഭവം. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ അമ്മ 3 കുട്ടികളുമായി കിണറ്റിലേക്ക് ചാടിയത്. ഇതിൽ 2 കുട്ടികളാണ് മരിച്ചത്. വെള്ളാറ്റഞ്ഞൂർ ഈ പൂത്തിരുത്തിൽ വീട്ടിൽ, അതായത് അഭിജയ് എന്ന 7 വയസ്സുകാരനും ആദിദേവ് എന്ന 6 വയസ്സുകാരനുമാണ് മരിച്ചിട്ടുള്ളത്. അമ്മ 29 വയസ്സുള്ള സയനയാണ് ഈ 3 മക്കളുമായി ഈ കിണറ്റിലേക്ക് ചാടിയത്. ഇതിൽ 1.5 വയസ്സുള്ള മകൾ ആഗ്നികയും ഈ സയനയും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളർക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ തന്നെ ഭർത്താവ് ഡ്രൈവർ ജീവനക്കാരനാണ്, എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം, അതായത് കുടുംബത്തോടെയുള്ള ആത്മഹത്യാ ശ്രമമായിരുന്നു. അതിൽ 2 കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. 2ഉം 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തുന്ന സംഭവമാണ്. 2 കുട്ടികളാണ് ഇതിലിപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അമ്മയുടെയും ഈ 1.5 വയസ്സുള്ള കുട്ടിയുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരെ ഈ കിണറ്റിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ആദ്യം ഈ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കുട്ടികൾ മരണപ്പെട്ടത്. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിനൊടുവിലാണ് ഇവരുടെ ഈ കുട്ടികളെയൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നീണ്ട സമയത്തെ ഒരു പരിശ്രമമായിരുന്നു. അതിനുശേഷം രക്ഷിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ കുട്ടികൾ മരണപ്പെടുകയായിരുന്നു. എന്തായാലും സാമ്പത്തിക പ്രശ്നത്തിൽ ഈ ജീവൻ ഒടുക്കേണ്ടി വന്ന ഈ ഒരു കുടുംബത്തിന് അതിൽ 2 കുട്ടികളുടെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. KP